നമസ്കാരം. ഇലക്ടറൽ ബോണ്ട് വരുന്നതോടെ ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ സുതാര്യമാകുമെന്ന് ബിജെപി നേതാവ് അരുൺ ജെയ്റ്റ്ലി പ്രഖ്യാപിച്ചത് 2017-ലാണ്. എന്നാൽ പിന്നീട് കണ്ടത് അതേ ഇലക്ടറൽ ബോണ്ടുകൾ തന്നെ സുതാര്യത ഇല്ലാതാക്കുന്നതാണ്. ആര് ആർക്ക് പണം കൊടുക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി. പക്ഷേ വ്യക്തവും കൃത്യവുമായ ഇടപെടലിലൂടെ ആ സുതാര്യത വീണ്ടും ഉറപ്പാക്കാൻ ശ്രമം നടത്തുകയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം. SBI വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ കമ്പനികൾക്ക് പണം നൽകി എന്നുകൂടി അറിയാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ എന്നതാണ് ചോദ്യം. വാരിക്കോരി ഒഴികെ കോടികൾക്ക് പകരം എന്ത് പ്രത്യുപകാരമാണ് കിട്ടിയത്? രാഷ്ട്രീയ പാർട്ടികൾ ആ പണത്തിന് പ്രത്യുപകാരം ചെയ്തു കാണില്ലേ? അതറിയണമെങ്കിൽ ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകി എന്നുകൂടി അറിയണം. ഒരു കാര്യം ഉറപ്പാണ്, സീരിയൽ കോഡ് ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും നൽകാൻ SBIക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ആര് ആർക്കൊക്കെ നൽകിയെന്ന് അറിഞ്ഞേ തീരൂ. ഈ പണമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എവിടെ ചെലവഴിച്ചു എന്ന് നമ്മൾ അറിയണ്ടേ? വെള്ളം പോലെ കോടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊഴുക്കുമ്പോൾ ആ സ്രോതസ്സൊക്കെ ഇതാണോ എന്നതടക്കം അറിയണ്ടേ? എന്തിനാണ് വിവരങ്ങൾ മറച്ചുവെക്കാൻ, തിരിച്ചറിയൽ കോഡ് നൽകാതിരിക്കാൻ വ്യവസായ സംഘടനകൾ കോടതിയിൽ നീക്കം നടത്തിയത്? ആ നീക്കം ആർക്കൊക്കെ വേണ്ടിയാണ്? ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ കൈകൾ ശുദ്ധമാണ്? ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ കൈകൾ കറ പുരണ്ടതാണ്? ബോണ്ടിൽ കിട്ടിയ പ്രത്യുപകാരങ്ങൾ അന്വേഷിക്കേണ്ടേ? പരിശോധിക്കുന്നു അന്തിചർച്ച. സ്വാഗതം. പാനലിസ്റ്റുകൾ ചേർന്നു. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഡിവൈഎഫ്ഐ നേതാവ് VK സനോജ്, BJP നേതാവ് അഡ്വക്കേറ്റ് S ജയസൂര്യൻ, സാമൂഹ്യ നിരീക്ഷകൻ MK ഹരിദാസ്. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം VK സനോജ്, വിധി വന്നതോടുകൂടി പൂർണ്ണമായും വേട്ടയാടൽ നടക്കുകയാണെന്നാണ് കേന്ദ്രം ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. ഇനി എന്ത് സുതാര്യതയാണ് പൂർണ്ണമാകാനുള്ളത്? ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം വലിയ രൂപത്തിൽ അട്ടിമറിക്കപ്പെടാൻ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ പണം ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ശരിയായ ശക്തമായ രാഷ്ട്രീയ വ്യക്തതയുള്ള തെളിമയാർന്ന നിലപാട് CPIM സ്വീകരിച്ചിരുന്നു. ഇതിപ്പോൾ 2017 ബജറ്റിലാണ് അന്നത്തെ ധനമന്ത്രിയായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തുന്നത്. ഇന്ത്യയുടെ പാർലമെന്റിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇത് ശരിയല്ല എന്ന് പറയാൻ ഇന്ത്യൻ പാർലമെന്റിൽ അന്ന് ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾ തയ്യാറായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ ഭരിക്കുന്ന പാർട്ടിയും മറ്റ് ബൂർഷ്വാ ജനാധിപത്യ പാർട്ടികളെല്ലാം സമാഹരിച്ചിരിക്കുകയാണ്. അതിലിപ്പം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ BJPക്കാണ് ഏതാണ്ട് 7000 കോടിയോളം പണം കിട്ടിയിട്ടുള്ളത്. ഈ പണം എങ്ങനെ വിന്യസിച്ചു എന്ന് നോക്കണമെങ്കിൽ രാജ്യത്ത് വിവിധ പാർട്ടികളുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട MPമാരെയും MLAമാരെയും ഇവരുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവർ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ മാത്രം നോക്കിയാൽ മതി. പണ്ട് ഇത്തരം നീക്കങ്ങളെ നമ്മുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യം അങ്ങനെയുള്ള ചില വിശേഷണങ്ങൾ നൽകിയിരുന്നു. എന്താണ് അത്? കുതിരക്കച്ചവടമാണ്. അപ്പൊ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പണം കൊടുത്ത് ചാക്കിലാക്കുന്ന പരിപാടിയെ കുതിരക്കച്ചവടം എന്നായിരുന്നു പറയാറുള്ളത്. പക്ഷെ BJP അധികാരത്തിൽ വന്നതിന് ശേഷം അമിത്ഷായുടെ ഇത്തരം നീക്കങ്ങളെ, നരേന്ദ്രമോദിയുടെ ഇത്തരം നീക്കങ്ങളെ ചാണക്യതന്ത്രം എന്ന ഓമന പേരിട്ടാണ് വിളിക്കുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ എവിടെ നിന്ന് കിട്ടുന്നു ഈ പണം എന്നത് നമ്മൾ കുറെ കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇപ്പൊ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ആണ് അവിടെ ജയിച്ച് ഭരണം നടത്തുന്നത്. അവിടെ MLAമാർ ഭൂരിപക്ഷം കോൺഗ്രസ് ആണ്. പക്ഷെ അവിടെ കഴിഞ്ഞ രാജ്യസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ MLAമാരുടെ വോട്ട് BJPയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിയുന്നു. എങ്ങനെ കഴിയുന്നു? പണമാണ് പ്രധാനം. അപ്പൊ പണം കൊടുത്തിട്ട് MLAമാരെ വിലക്കെടുക്കുന്നു, പണം കൊടുത്തിട്ട് മന്ത്രിസഭയെ തന്നെ വിലക്കെടുത്തു. അതാണ് നമ്മൾ അരുണാചൽ പ്രദേശിൽ കണ്ടത്. പ്രേമാ ഖണ്ഡു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ ഒരു പറ്റം MLAമാരെ കൂട്ടത്തോടെ കച്ചവടം ചെയ്യാൻ BJPക്ക് സാധിക്കുന്നു. അപ്പൊ ഇത് ജനാധിപത്യത്തിന്റെ ആരാച്ചാരായി
ജനാധിപത്യത്തിൻ്റെ കശാപ്പുകാരായിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ഈ BJP നേതൃത്വവും ഇന്ത്യയിൽ മാറുന്നു. അതിന് ഉപയോഗപ്പെടുത്തുന്ന പണമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഇവർ സമാഹരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി ഇത്തരം പണസമാഹരണവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പൂർണ്ണമായും നമ്മുടെ രാജ്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയായിട്ട് ഇത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് ജനാധിപത്യ ഇന്ത്യ ഇത്തരം അഴിമതി വീരന്മാരെ പുറന്തള്ളും എന്ന കാര്യത്തിൽ തർക്കമില്ല. പണ്ട് ബൊഫേഴ്സിലാണ് രാജീവ് വീണതെങ്കിൽ ബോണ്ടിൽ നരേന്ദ്രമോദി വീഴും എന്ന കാര്യത്തിൽ തർക്കമില്ല. അഴിമതിയുടെ യുഗപുരുഷനായി, അഴിമതിയുടെ വിശ്വഗുരുവായി നരേന്ദ്രമോദി മാറി എന്നാണ് നമുക്ക് ഇലക്ട്രൽ ബോണ്ടുമായി ആരോപണമല്ല, ഇന്ത്യയുടെ പരമോന്നത കോടതി ഇടപെട്ടതിന്റെ ഭാഗമായി പുറത്തു വന്ന കണക്കുകളാണ്. അപ്പോഴും സനോജ്, ഇതിനകത്തൊരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി റദ്ദാക്കി. അപ്പോഴും ഈ ബോണ്ടുകളെ ന്യായീകരിക്കുകയായിരുന്നു അമിത്ഷാ. ഇന്ന് കള്ളപ്പണം പുറത്തു കൊണ്ടുവരാൻ ഈ ബോണ്ടുകൾ ഉപകരിച്ചു, അതുകൊണ്ട് ബോണ്ടുകളെ തള്ളിപ്പറയുകയില്ല. കോടതിയുടെ ഉത്തരവിനെ, കോടതിയുടെ നിലപാടിനെ മാനിക്കുന്നു. പക്ഷേ പാർട്ടിയുടെ ആ നിലപാടിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല എന്നൊരു ഉറച്ച നിലപാടിലേക്ക് അമിത്ഷാ പോയി. അല്ല, രാജ്യത്തിന്റെ ഭരണഘടന ഇവർ അംഗീകരിക്കുന്നില്ലല്ലോ. ഇപ്പൊ CAA നിയമം നടപ്പാക്കുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമത്വം എന്ന അടിസ്ഥാന സങ്കല്പത്തെയാണ് ഇവർ തള്ളിക്കളയുന്നത്. അപ്പോൾ BJPയുടെ നേതാക്കന്മാർ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിൽ ഒരു അത്ഭുതവും നമ്മൾ കാണേണ്ടതില്ല. ആത്യന്തികമായി രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. കുറച്ചുകൂടി അധികാരം കിട്ടിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണഘടന മാറ്റി എഴുതാൻ നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഇവർ. അതുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ സുപ്രീം കോടതി വിധിയൊന്നും ഒരു വേദവാക്യമായി തോന്നില്ല. കാരണം ഇവർ രാജ്യത്തിന്റെ ഭരണഘടനയെ നിരന്തരം വെല്ലുവിളിക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ജനാധിപത്യമാണല്ലോ ഇവിടെ. 33% ആളുകളുടെ പിന്തുണ മാത്രമേ BJPക്കുള്ളൂ. ബാക്കി 67% ജനങ്ങൾ പുറത്തുണ്ട്. അതുകൊണ്ട് ജനാധിപത്യ ഇന്ത്യയിൽ ഏറ്റവും നിർണായകമായിട്ട് രാഷ്ട്രീയ പോരാട്ടം വരാൻ വേണ്ടി പോവുകയാണ്. അഴിമതിവീരന്മാരെ ഇങ്ങനെ പണം സമാഹരിച്ച് ഇന്ത്യയുടെ ജനാധിപത്യം വില കൊടുത്ത് വാങ്ങുന്ന ഇത്തരം തട്ടിപ്പ് വീരന്മാരെ ജനങ്ങൾ പുറത്തേക്ക് എറിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ തിരികെ എത്താം. സനോജ്, BJP നേതാവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, ബോണ്ടുകളിലൂടെ ഒഴുകിയ കോടികൾ 7000-ഓളം കോടികൾ, 47%, ആ പണത്തിൽ 47% സ്വീകരിച്ച പാർട്ടി. എല്ലാ കാലത്തും അധികാരത്തിലിരിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ആ രീതിയിലുള്ള അപ്രമാദിത്വമുണ്ട്, മേധാവിത്വമുണ്ട്. പക്ഷേ സുപ്രീം കോടതി പോലും ഈ നിലപാടെടുത്ത സാഹചര്യത്തിൽ ബോണ്ട് ആരിൽ നിന്ന് വാങ്ങി, ഏത് തരത്തിൽ വിനിയോഗിച്ചു എന്നൊക്കെ വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്തരം വെളിപ്പെടുത്തലുകൾ സാഹചര്യത്തിൽ ധാർമ്മികമായി, രാഷ്ട്രീയമായി BJPയെ പ്രതിരോധത്തിലാക്കുന്നില്ലേ ഈ സാഹചര്യം? ഒരിക്കലുമില്ല. മാത്രമല്ല, ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതും ഇത് നടപ്പാക്കിയതും BJPയാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇലക്ട്രൽ ബോണ്ട് പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ അഴിമതി അതേ പൂർണ്ണമായിട്ടും അംഗീകരിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അതിന് അറുതി വരുത്തിക്കൊണ്ടാണ് അരുൺ ജെയ്റ്റ്ലി ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്. അതിൽ കൃത്യമായും അക്കൗണ്ടഡ് മണിയിലൂടെ മാത്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് അടച്ചാൽ മാത്രമേ ഈ പണം കൈമാറ്റം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നു. നമ്മൾ ഓർക്കണം, അതിനു മുമ്പ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നില്ല. എന്നാൽ നിയമപരമായിട്ടുള്ള മാറ്റങ്ങളെ ജനാധിപത്യത്തിൽ ആർക്കും എവിടെയും എപ്പോഴും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യാം. അത് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അതാണ് അതിന്റെ ശരി. ഇപ്പോൾ റഫാൽ കേസ് വന്നപ്പോഴും, പെഗാസസ് വന്നപ്പോഴും, 370-ാം വകുപ്പ് വന്നപ്പോഴും, പാർലമെന്റ് കെട്ടിടത്തെ സംബന്ധിച്ചും ട്രിപ്പിൾ തലാഖും എന്ന് വേണ്ട വിവാദപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ കോടതി കയറിയിട്ടുണ്ട്. അങ്ങനെ കോടതിയിലെത്തുമ്പോഴെല്ലാം ഇതാ BJPക്കെതിരായിട്ട് കോടതി വരാൻ പോകുന്നു, കോടതി BJPക്കെതിരായിട്ട് വിധിച്ചിരിക്കുന്നു. അപ്പോൾ അത് BJPയുടെ വലിയ പരാജയമാണ്. ഇതോടുകൂടി BJP തീർന്നു, നരേന്ദ്രമോദി താഴെ വീണു, അമിത്ഷാ തകർന്നു എന്നൊക്കെ അന്ന് ശബ്ദമുയർത്തിയതുപോലെയുള്ള ഒരു തനിയാവർത്തനം മാത്രമാണ് ഇത്. ഇവിടെ BJPക്ക് വ്യക്തമായ സ്റ്റാൻഡ് ഉണ്ട്. കോടതി ഇക്കാര്യത്തിൽ എന്തു പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പ്രതിജ്ഞാബദ്ധമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതല്ലാതെ കോടതിയെ ശുംഭരെന്ന് വിളിക്കുകയോ, ഇഷ്ടമില്ലാത്ത വിധി വരുമ്പം കോടതി വർഗീയ കോടതിയാണ്, RSS ആണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പോലെ ഞങ്ങള് ഇത് കമ്മ്യൂണിസ്റ്റ് കോടതിയാണെന്ന് പറയുകയോ ഒന്നുമില്ല. ഈ രാജ്യത്തെ കോടതികളെയും നിയമ സംവിധാനങ്ങളെയും പരിപൂർണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയാൽ മതി. കോടതി പറയുന്ന ഏത് സുതാര്യതയും അംഗീകരിക്കാൻ BJP തയ്യാറായിട്ടുമുണ്ട്.
പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള പണം കൊണ്ടാണ് വിലയ്ക്ക് വാങ്ങുന്നത് എന്നാണ്. ഇവിടെ വിലയ്ക്ക് വാങ്ങുമ്പോൾ ആരെയാണ് വിലയ്ക്ക് വാങ്ങുന്നത്? CPI എമ്മിനെയാണ് വിലയ്ക്ക് വാങ്ങുന്നത്, കോൺഗ്രസ് ഐയാണ് വിലയ്ക്ക് വാങ്ങുന്നത്, അല്ലേ? അപ്പോ അങ്ങനെ ഞങ്ങളൊക്കെ വിലയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ചരക്കാണെന്ന് സ്വയം സമ്മതിക്കുന്നതിന് തുല്യമല്ലേ അങ്ങനെയുള്ള ആരോപണം? അതായത് ഇന്ത്യയിൽ 25-ൽ പരം CPIM MLA-മാരാണ് ഇന്ന് BJP-യിലുള്ളത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ശിവദാസ മേനോൻ ധനകാര്യ മന്ത്രിയായിരുന്നു. ഇവിടെ നമ്മുടെ മന്ത്രിസഭയിൽ, ഇടതുപക്ഷ മന്ത്രിസഭയില് ധനകാര്യമന്ത്രിയായിരുന്നു ശിവദാസ മേനോൻ, അൽഫോൻസ് കണ്ണന്താനം, അതുപോലെ അബ്ദുള്ള കുട്ടി, ഇങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള എത്രയോ പേര്. ഇവരെയൊക്കെ പണം കൊടുത്തു വാങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ പണം തന്നാൽ അങ്ങ് വിലയ്ക്ക് വിൽക്കപ്പെടുന്ന ചരക്കുകളായെന്ന് സമ്മതിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോൾ അത് കേവലം ഒരു ആരോപണം മാത്രമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധമില്ല, ഞങ്ങൾ അതിനെതിരാണ് എന്ന് CPIM പറയുമ്പോൾ CPIM-ന് കിട്ടുന്ന പണത്തിന്റെ അക്കൗണ്ടബിലിറ്റി എവിടെയാ? ഏത് അക്കൗണ്ടിൽ കൂടിയാണ് സുതാര്യമായിട്ടാണ് CPIM പണം കൈപ്പറ്റുന്നതും ചെലവാക്കുന്നതെന്നും പറയാനുള്ള ബാധ്യതയില്ലേ? അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോടതി ഇടപെട്ടാലോ അല്ലെങ്കിൽ SBI അതിന്റെ കണക്കുകൾ പുറത്തുവിട്ടാലോ അതല്ലെങ്കിൽ ഏത് കമ്പനിയാണോ പണം കൊടുത്തത് ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചാലോ നമുക്കിത് കണ്ടെത്താൻ കഴിയും. എന്നാൽ CPIM-ന് കിട്ടുന്ന പണം എവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും? ആര് കൊടുത്തു, എവിടെ കൊടുത്തു, എത്ര കൊടുത്തു, എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ആരോപണം ഉയർത്തുമ്പോൾ ഇതൊക്കെ MP-മാരെ MLA-മാരെയും മന്ത്രിസഭകളെയും വിലയ്ക്ക് വാങ്ങാനാണെന്ന് പറയുമ്പോൾ വിലയ്ക്ക് വാങ്ങപ്പെടുന്ന ചരക്കുകളായി ഞങ്ങളൊക്കെ മാറി. നിങ്ങളുടെ പണം കണ്ടാൽ തീരുന്നതേ ഉള്ളൂ കമ്മ്യൂണിസം, നിങ്ങളുടെ പണം കാണിച്ചാൽ തീരുന്നതേ ഉള്ളൂ കോൺഗ്രസ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമല്ലേ അത്? അത് അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള ഒരു സ്റ്റാൻഡല്ലേ? ശരി, അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കട്ടെ. സുതാര്യതയിലുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് നടക്കുന്നത്, കോടതി പറയുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ് താങ്കൾ. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്. ആ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് SBI-യോട് കോടതി കൃത്യമായി ചോദിക്കുന്നു, എന്തുകൊണ്ട് സീരിയൽ കോഡ് പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല, എന്തുകൊണ്ട് അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനം ഒരു തവണയല്ല ഇന്നുകൂടി SBI-ക്ക് ആ രീതിയിലുള്ള വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പുറത്തുവിടണമെന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്, അല്ലാതെ ഞങ്ങളിതാ ഈ വിവരങ്ങൾ പുറത്തു വിടുകയാണ് എന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നതല്ല. സുപ്രീം കോടതിയുടെ നിശിതമായ വിമർശനത്തിന് ശേഷം ഇത് പുറത്തുവിടാൻ നിർബന്ധിതമാവുകയാണ്. അതിലെവിടെയാണ് സുതാര്യത? സ്വാഭാവികമായിട്ടും എന്തോ മറച്ചു വെക്കാനുള്ള ശ്രമം ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് നടന്നു എന്നല്ലേ പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നുക? അങ്ങനെ തോന്നുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതിലൊരു വസ്തുതയുണ്ട്. ആ വസ്തുത എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനം, ഒരു വ്യക്തി പണം കൊടുത്താൽ അത് പരസ്യപ്പെടുത്തുന്ന പക്ഷം ആ സ്ഥാപനത്തിനും ആ വ്യക്തിക്കുമെതിരെ എതിർ രാഷ്ട്രീയ പാർട്ടികൾ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലോ കേന്ദ്രത്തിലോ നടപടികൾ ഉണ്ടായെന്ന് വരാം, രാഷ്ട്രീയ വിരോധമുണ്ടായി എന്ന് വരാം. അങ്ങനെ വരുമ്പോൾ ആ സ്വകാര്യത തന്നെ അയാൾക്ക് അപകടകരമായിട്ട് വരാം. അതാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്ന വസ്തുത. ഇനി അതല്ല, ഇത് കൃത്യമായും വെളിപ്പെടുത്തുക തന്നെ വേണം എന്ന് കോടതി പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വെളിപ്പെടുത്തണം. അതിന് യാതൊരു എതിർപ്പും BJP-ക്കില്ല. വെളിപ്പെടുത്തട്ടെ, എല്ലാവരും വെളിപ്പെടുത്തണമെന്ന് മാത്രം. കോൺഗ്രസും വെളിപ്പെടുത്തണം, സകല പാർട്ടികളും വെളിപ്പെടുത്തണം. അതല്ലേ കോടതി പറഞ്ഞത്. അല്ലാതെ BJP മാത്രം വെളിപ്പെടുത്തണം, കോൺഗ്രസിന്റേത് വെളിപ്പെടുത്തണ്ട എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? CPM-ന്റേത് വെളിപ്പെടുത്തണ്ട കോടതി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എല്ലാവരും വെളിപ്പെടുത്താൻ മുന്നോട്ട് വരട്ടെ, എല്ലാം സുതാര്യമാവട്ടെ എന്നാണ് BJP-യുടെ അഭിപ്രായം. വ്യവസായ സംഘടനകൾ കോടതിയിൽ നടത്തിയ നാടകീയമായ നീക്കം പൊളിയുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ പങ്ക് പറ്റി എന്ന രീതിയിൽ BJP-ക്ക് അതിനകത്ത് കൂടുതൽ സ്റ്റേക്ക് ഉണ്ട്, കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അതിലെല്ലാം ഉപരി ഭരിക്കുന്ന പാർട്ടിയാണ്. ഈ വലിയ സ്വാധീനം ഏത് ഭാഗത്തു നിന്നാണ്? സംഘടനകൾ ഇത് ആർക്ക് വേണ്ടിയാണ് നീക്കം നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിരൽ ചൂണ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഭരണത്തിലിരിക്കുന്ന അധികാരമുള്ള പാർട്ടി തന്നെയായിരിക്കും എന്നതിൽ എന്താണ് സംശയം? ഒരിക്കലുമല്ല. ഇവിടെ 20,000 കോടി രൂപയുടെ ബോണ്ടുകളാണ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 6,000-നും 7,000-നും ഇടയ്ക്ക് കോടിയാണ് BJP-യുടെ NDA-ക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കി 14,000 കോടി, അതായത് മഹാഭൂരിപക്ഷം പോയിരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ BJP-ക്ക് വേണ്ട ഭൂരിപക്ഷം ആൾക്കാർ പൈസ കൊടുക്കാൻ. ഭൂരിപക്ഷം പൈസ പോയിരിക്കുന്നത് 14,000-ലധികം കോടി പോയിരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്കാണ്. അതായത് 30 MLA, 10 MLA, 12 MLA
ചെറിയ ചെറിയ MLA-മാരുള്ളവർക്ക് കിട്ടിയിരിക്കുന്ന തുകയും 303 MLA അല്ല MP 303 MP ഉള്ള BJPക്ക് 6000-ലധികം കോടി കിട്ടുമ്പോ 20, 30, 15 ഒക്കെ MP-മാരുള്ളവർക്ക് കിട്ടിയിരിക്കുന്ന 1700 കോടി, കോൺഗ്രസിന് 1400 കോടി, 1200 കോടി, ഇങ്ങനെയല്ലേ? അതിന്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ 10,000 കണക്കിന് കോടി കിട്ടേണ്ടതല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ 20,000 കോടിയിൽ 14,000 കോടിയും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അല്ലാതെ BJP അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആരിൽ നിന്നും ഒന്നും പിടിച്ചു വാങ്ങിയതല്ല എന്ന് ആ കണക്ക് തന്നെ വ്യക്തമല്ലേ? ഓക്കെ, ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് വസന്തകൻപിള്ളി, അതൊരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയിരിക്കുന്ന പാർട്ടി, ഏറ്റവും കൂടുതൽ പണം ഒഴുകിയിരിക്കുന്ന പാർട്ടി 47% BJP ആണെങ്കിൽ തൊട്ട് താഴെ നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ഒരു പ്രാദേശിക, ഒരു സംസ്ഥാനത്തെ പാർട്ടിയായിട്ട് പോലും, പശ്ചിമ ബംഗാൾ എന്നൊരു സംസ്ഥാനത്തെ പാർട്ടിയായിട്ട് പോലും ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയിരിക്കുന്ന രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഘടകകക്ഷികൾ, കോൺഗ്രസിന്റെ സ്ഥാനം 3ഓ 4ഓ ആയി അവിടെ നിൽക്കട്ടെ, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്കെല്ലാം ഈ 14,000 കോടിയിൽ ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോൾ എങ്ങനെ BJPക്കെതിരെ വിരൽ ചൂണ്ടാൻ കഴിയുമെന്നൊരു ചോദ്യമില്ലേ? അല്ല, ഇലക്ട്രൽ ബോണ്ടിനെ വളരെ കൃത്യമായി അത് ശ്രീ അരുൺ ജെയ്റ്റ്ലി ഈ രാജ്യത്ത് അവതരിപ്പിക്കുമ്പോൾ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും എതിർത്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്ന് കൂടിയാണ്. CPM എതിർത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, സോഷ്യലിസ്റ്റുകൾ എതിർത്തിട്ടുണ്ട്. കോൺഗ്രസ് ആണ് അന്ന് വളരെ കൃത്യമായി ആ എതിർപ്പുമായി മുമ്പോട്ട് വരുന്നത്. പക്ഷേ അത് രാജ്യത്തൊരു നിയമമായി കഴിയുമ്പോൾ കോൺഗ്രസിന് ഫണ്ടുമായി വരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് സംഭാവന തരാൻ വരുന്ന ഒരാൾ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴിയാണെങ്കിലേ ഫണ്ട് തരുന്നുള്ളൂ എന്ന് തീരുമാനിച്ചല്ല, അത് വേണ്ട എന്ന് പറയാൻ അത് രാജ്യത്തൊരു നിയമമായ ശേഷം ഒരു പാർട്ടിക്കും ആവില്ല. ചിലപ്പോൾ CPM-ന് വേണ്ട എന്ന് പറയാൻ കാര്യം അവർ നവകേരള സദസ്സ് അടക്കമുള്ള വഴികളിലൂടെ ഫണ്ട് പിരിവ് നടത്തിയതിന്റെ ഒരു മിനിയേച്ചറാണ്, അത് ഡീറ്റെയിൽ ആയി പിന്നെ പറയാം. പക്ഷേ നോക്കൂ, ഇവിടെ എന്തുകൊണ്ടാണ് BJP പ്രതിക്കൂട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ, ഷഹറാബുദ്ദീൻ കേസിൽ 2011 CBI ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകുന്നുണ്ട്. 2011 ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി, അമിത്ഷാ അവിടുത്തെ ആഭ്യന്തരമന്ത്രി. അന്ന് സുപ്രീം കോടതിയിൽ നൽകുന്ന സത്യവാങ്മൂലത്തിൽ CBI പറയുന്നത് there is an extortion gang in Gujarat. നോക്കൂ, ഒരു പിടിച്ചുപറി ഗ്യാങ് ഗുജറാത്തിലുണ്ട്. ആ പിടിച്ചുപറി ഗ്യാങ്ങിന്റെ തലവന്റെ പേര് അമിത്ഷാ എന്നാണ്. വളരെ കൃത്യമായി CBI അന്ന് സുപ്രീം കോടതിയിൽ പറയുന്നു, ആ ഗ്യാങ്ങിൽ ഉൾപ്പെടുന്നത് ആ സംസ്ഥാനത്തെ പോലീസ്, അവിടുത്തെ വിജിലൻസ്, അവിടുത്തെ സർക്കാർ. ഇന്ന് അതേ എക്സ്ട്രോക്ഷൻ ഗ്യാങ് എങ്ങോട്ട് വന്നിരിക്കുന്നു? കേന്ദ്രത്തിലേക്ക് വന്നിരിക്കുന്നു. ആരാണവർ? അമിത്ഷാ, നരേന്ദ്രമോദി, ED, CBI. EDയും CBIയും അമിത്ഷായും നരേന്ദ്രമോദിയും ചേരുന്ന ഒരു എക്സ്ട്രോഷൻ ഗ്യാങ് ആയി, ഒരു പിടിച്ചുപറി ഗ്യാങ് ആയി ഇവർ മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ വെളിയിൽ വരുമ്പോൾ മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണത്? നോക്കൂ, ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചെടുത്ത സാന്റിയാഗോ മാർട്ടിൻ പണ്ട് തൊട്ട് CPM-ന് വളരെ വേണ്ടപ്പെട്ട ആളാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ എത്രയാണ്? 10 കോടി രൂപ. അദ്ദേഹം മേടിക്കുന്നത് 1200 കോടിയിലേറെ രൂപ. അദ്ദേഹത്തിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഇലക്ട്രൽ ബോണ്ട് മേടിക്കുന്നതിന്റെ 1 മാസത്തിന് മുമ്പ് കാലം മുഴുവൻ അവരുടെ കമ്പനിയിൽ EDയുടെ തേർവാഴ്ചയായിരുന്നു. വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ? രണ്ടാമതുള്ള ഏതാ? മേഘ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഇന്ത്യ ഈ ഇലക്ട്രൽ ബോണ്ട് മേടിക്കുന്നതിന് 2 ആഴ്ചക്കാലം മുമ്പ് വരെ അവരുടെ ഓഫീസുകളിൽ, അവരുടെ ബ്രാഞ്ചുകളിൽ, എന്തിനേറെ പറയുന്നു, അവരുടെ ക്ലർക്കിന്റെ വീട്ടിൽ വരെ ED കയറി നിരങ്ങുകയായിരുന്നു. പിന്നീട് ഈ ബോണ്ട് മേടിച്ചു, ഈ പരിപാടി തീർന്നു. ഈ മേഘ ഇൻഫ്രാസ്ട്രക്ചർ ആണ് കേട്ടോ നമ്മുടെ ഈ സിൽക്കാര ടണലൊക്കെ പണിതത്. കഴിഞ്ഞ ദിവസം ഒരു ടണൽ ദുരന്തം ഉണ്ടായത് അവരെ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സിൽക്കാര ടണൽ അടക്കം പണിയുന്നത് ആരാണ്? ഈ മേഘ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അവരാണ് രണ്ടാമത് മേടിച്ചു വെച്ചിരിക്കുന്നത്. മൂന്നാമത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. എന്തിനാ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മേടിക്കുന്നത്? രാജ്യത്ത് സാധാരണക്കാരന്റെ പണമെടുത്ത് രാജ്യം മുഴുവൻ സൗജന്യമായി, സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് ശേഷം രാജ്യം മുഴുവൻ സൗജന്യമായി വാക്സിൻ വിതരണം ചെയ്തു. ആ വാക്സിൻ വിതരണം ചെയ്യാനുള്ള അവകാശം, അത് നിർമ്മിക്കാനുള്ള അവകാശം ഏകപക്ഷീയമായി കൊടുത്തത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. നോക്കൂ, എന്തെങ്കിലും പ്രത്യുപകാരം കിട്ടാതെ ഒരു കമ്പനി BJPക്ക് പണം കൊടുത്തിട്ടില്ല. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതൊരു പിടിച്ചുപറി പരിപാടിയാണ്. ഇപ്പൊ ഒരുപക്ഷെ തൃണമൂലിനോ കോൺഗ്രസിനോ സോഷ്യലിസ്റ്റുകൾക്കോ മറ്റുള്ള പാർട്ടികൾക്കോ കിട്ടിയിരിക്കുന്നത് പോലെയല്ല, മറിച്ച് EDയും CBIയും കേന്ദ്ര ഏജൻസികളും എപ്പോഴൊക്കെ ഈ കമ്പനികളുടെ ഓഫീസുകളിലേക്ക് തൃണമൂലിനടക്കം എങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയും? പശ്ചിമ ബംഗാളിലൊക്കെ ഇത്രയും സ്വാധീനമുള്ള ഒരു പാർട്ടിക്ക് അടക്കം എങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയും? BJPയുടെ കൈകൾ ശുദ്ധമല്ല എന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷേ ഈ വാങ്ങിയ മറ്റ് പാർട്ടികൾ എല്ലാവർക്കും എങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയും? അല്ല, സ്വാഭാവികമായും രാജ്യത്ത് പ്രവർത്തിക്കുന്ന പാർട്ടികളിലേക്ക് സംഭാവനകൾ വരും, സംശയമൊന്നും വേണ്ട. CPM ഇപ്പൊ പറയുന്നു ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചില്ല. ഇലക്ട്രൽ ബോണ്ട് വഴി മാത്രമാണോ
ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കിട്ടുക? അല്ല, അവിടെ ട്രസ്റ്റ് വഴി ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴി ഫണ്ട് വരാം, നമ്മുടെ എന്താ പറയുന്നത് കോർപ്പറേറ്റ് ഫണ്ടുകൾ അല്ലാത്ത രീതികളിൽ വരാം, നേരിട്ട് വാങ്ങാം. അങ്ങനെ ആ കണക്കുകൾ വ്യക്തമാക്കാൻ CPM തയ്യാറാവോ? ഇല്ലല്ലോ. സ്വാഭാവികമായും കോൺഗ്രസ് അടക്കം, തൃണമൂൽ അടക്കം, സോഷ്യലിസ്റ്റുകൾ അടക്കം, ജനതാദളുകൾ അടക്കമുള്ള പാർട്ടികളിലേക്ക് ഫണ്ട് വരും. ഞാൻ പറഞ്ഞത് അവിടെ എവിടെയെങ്കിലും തൃണമൂലിന്റെ വിജിലൻസ് അല്ലെങ്കിൽ തൃണമൂലിന്റെ പോലീസ് ഏതെങ്കിലും ഓഫീസിൽ കയറിയതിന്റെ പിറ്റേന്നാണോ ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? അങ്ങനെയാണ് അന്വേഷണം വരണമെന്നേ. കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് അവിടുത്തെ അന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും ഓഫീസിൽ കയറി നിറങ്ങിയതിനു ശേഷമാണോ ഇത് വന്നത്? അന്വേഷിക്കണ്ടേ? മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഇതിനകത്ത് 2018 ഇത് നേക്ട് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു ഫോറൻസിക് പരിശോധന നടത്തുന്നുണ്ട്. SBI നിന്ന് അവർ കുറച്ച് പർച്ചേസ് ചെയ്യുന്നു, ഈ ഇലക്ട്രൽ ബോണ്ടുകൾ പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് അവർ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഈ നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ണിൽ ഇങ്ങനെ നോക്കുമ്പോൾ, ഞാൻ കണ്ണാടി വെച്ച് നോക്കുമ്പോൾ അല്ലെ കണ്ണാടി ഊരി നോക്കുമ്പോൾ കാണുന്നതിനപ്പുറത്ത് എന്തെങ്കിലും രേഖപ്പെടുത്തലുകൾ ഈ ഇലക്ട്രൽ ബോണ്ടിൽ ഉണ്ടോ? അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിന്റെ പിന്നിൽ ഒരു സീരിയൽ കോഡ് ഉണ്ട്. ആ സീരിയൽ കോഡ് മേടിക്കുന്ന എനിക്കറിയില്ല, അവരെ നോക്കും. ഇപ്പൊ ന്യൂസ് 18 വേണ്ടി ഇലക്ട്രൽ ബോണ്ട് മേടിക്കാൻ പറ്റില്ല, പക്ഷേ ഞാൻ ന്യൂസ് 18 വേണ്ടി ഒരു ഇലക്ട്രൽ ബോണ്ട് മേടിച്ചു തന്നിരിക്കട്ടെ, എനിക്കറിയാൻ പറ്റില്ല എന്താണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിലെ ഈ സീരിയൽ നമ്പർ മേടിച്ച് എനിക്കറിയാൻ പറ്റില്ല, അത് സ്വീകരിച്ച് നിങ്ങൾക്കും അറിയാൻ പറ്റില്ല. ആർക്കറിയാം? SBIക്ക് അറിയാം. ആരാണ് SBI? കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ള സ്ഥാപനം. അവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോലും നോക്കൂ, ഇലക്ഷൻ കഴിയുന്നതുവരെ ഞങ്ങൾക്ക് കമാന്ന് മിണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥാപനം അവർക്കറിയാം. അപ്പോ കേന്ദ്ര ഗവൺമെന്റിന് അറിയാം, BJPക്ക് അറിയാം. ഏതൊക്കെ പാർട്ടികൾ കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കും എത്ര വീതം കൊടുത്തു എന്ന് കൃത്യമായി BJP എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. അവർ അത് വളരെ കൃത്യമായി ടാക്ടിക്കൽ ചെയ്യുന്നു. അവർ കൃത്യമായി നിരീക്ഷിക്കുന്നു. അത് വെച്ച് അവർ ഭീഷണിപ്പെടുത്തുന്നു ചില കമ്പനികളെ. ഇപ്പം കോൺഗ്രസിന് കുറച്ച് ഫണ്ട് കൊടുത്താൽ ഉടനെ അവരുടെ ഓഫീസിലേക്ക് ED റെയ്ഡ് വരുന്നുണ്ട്. കൃത്യമായ ആരോപണമാണ്. വിത്ത് ഓൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ആരോപിക്കുകയാണ്. കോൺഗ്രസിന് ഫണ്ട് കൊടുത്താൽ പിറ്റേന്ന് ED അന്വേഷണം അവിടെ വരും. എങ്ങനെയാണ്? കോൺഗ്രസിന് ഫണ്ട് കൊടുത്തു, കോൺഗ്രസിന് ഇലക്ഷൻ സംഭാവന കൊടുത്തു, തൃണമൂലിന് കൊടുത്തു, ജനതാദളിന് അവരറിയുന്നത് ഈ പറയുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറാണ് ഇന്ന് കൊടുത്തേ മതിയാകൂ എന്ന് സുപ്രീം കോടതി പറയുന്നു. രാഷ്ട്രീയ രംഗത്തെ കീരിക്കാടൻ ജോസുമാരാണ് ഈ BJP. കീരിക്കാടൻ ജോസ് എന്താ ചെയ്യുന്നത്? കത്തിയും കടാരയുമായിട്ട് നടന്ന് ഉള്ള തട്ടുകടയിൽ നിന്ന് പച്ചക്കറി കടയിൽ നിന്ന് ഓരോ മാസവും ഓരോ ആഴ്ചയിലും രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ ഗുണ്ടാ പിരിവ് നടത്തും. അതുപോലെ കത്തിക്ക് പകരം EDയെയും കമ്പിപ്പാരയ്ക്ക് പകരം CBIയും കൊണ്ട് അല്ല, ശരി, ഞാൻ അങ്ങനെയാണെങ്കിൽ ആ വിവാദമായിട്ടുള്ള ആ ബോണ്ടുകൾ തിരിച്ചു കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമെന്നൊരു രാഷ്ട്രീയ ചോദ്യമുണ്ട് വസന്ത്. അല്ല, ഞാൻ വിവാദമായ ബോണ്ടുകൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായും രാഷ്ട്രീയ കക്ഷികൾക്ക് ഫണ്ട് വരുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിനെ എന്തിനാണ് കേന്ദ്ര സർക്കാർ മോണിറ്റർ ചെയ്യുന്നത്? അതൊരു വേദാന്ത പൊളിറ്റിക്സിന്റെ ഭാഗമല്ല. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആ ഫണ്ട് വന്നതിന് ശേഷം ആ കമ്പനികളെ, പ്രതിപക്ഷത്തിന് പൈസ കൊടുത്ത കമ്പനികളെ അവർ വേട്ടയാടിയിട്ടില്ലേ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ, കേന്ദ്ര വേട്ടയാടലിൽ അവർ കേന്ദ്ര വേട്ടയാടൽ ശേഷമാണോ ഫണ്ടുകൾ BJPക്ക് എത്തിയത്? മൂന്നാമത്തെ ചോദ്യം. ഇതാണ് റെലവന്റ്. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീ MK ഹരിദാസ്, ഇന്ന് കോടതിയിൽ നടന്നത് തിരിച്ചറിയൽ കോഡ് നൽകാതിരിക്കാൻ വേണ്ടിയിട്ട് വ്യവസായ സംഘടനകൾ, ഫിക്കി അടക്കം, അസോചാം, CAA സംയുക്തമായിട്ട് കോടതിയിൽ നീക്കം നടത്തുക, അതിനെ കോടതിയെ എതിർക്കുക, സ്വാഭാവികമായിട്ടും വലിയ നിശ്ചിത വിമർശനം SBIക്ക് വരിക. ഇത്തരം നീക്കങ്ങൾ ആർക്ക് വേണ്ടിയായിരിക്കും? ഭരിക്കുന്ന പാർട്ടിയായ BJPയിലേക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടിന്റെ തുക ഒഴുകുന്നത്, അതിനൊരു രാഷ്ട്രീയ സ്വാഭാവികതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കൈകൾ തീർത്തും ശുദ്ധമല്ല എന്ന് ഒരു പാർട്ടിക്കെതിരെ മാത്രം വിരൽ ചൂണ്ടിയാൽ മതിയാകുമോ? ഒരിക്കലുമില്ല. ഒരു പാർട്ടിക്കെതിരെ ഒന്നും വിരൽ ചൂണ്ടിയാൽ തീരാവുന്ന ഒരു പ്രശ്നമല്ല ഇത്. ഇതിൽ നമ്മുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ നിലപാടും കാഴ്ചപ്പാടും ഇതുവരെയ്ക്ക് അവരെടുത്തിട്ടുള്ള നടപടികളും നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കേസിൻ്റെ വിധി ഒരു മാസം മുമ്പ്, കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഫെബ്രുവരി 15-ാം തീയതി പറയുമ്പോൾ അതിലെടുത്തു പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് വിവരാവകാശ നിയമത്തെ പോലും അതിൻ്റെ കടക്കിൽ കത്തിവെക്കുന്ന ഒരു തീരുമാനമാണ് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ BJP നടത്തിയത് എന്ന് കോടതിക്ക് എടുത്തു പറയേണ്ടി വന്നു എന്ന് മനസ്സിലാക്കണം. അതായത് രണ്ടാം സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നായിരുന്നു വിവരാവകാശ നിയമത്തെ. അപ്പോൾ പൗരൻ അറിയാനുള്ള അവകാശത്തെ പോലും കത്തിവെച്ചുകൊണ്ടാണ് BJP ഇത്തരത്തിലൊരു ഇലക്ട്രൽ ബോണ്ട് വിഷയം കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കണം. എനിക്കിതിൽ ചിരി വന്നത് അതല്ല അപർണ. ഇന്ന് ഗാർഗെ ഇന്നോ പറയുന്നത് കേട്ടു. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ BJPയുടെ കുത്തിന് പിടിച്ചുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി അവർ സ്വരൂപിച്ച പണമൊക്കെ തിരിച്ചു പിടിക്കുന്നു. എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്.
എൻ്റെ കാലിലെ 2 മന്തും വെള്ളത്തിൽ പൂഴ്ത്തി വെച്ചിട്ടാണ് ഒറ്റക്കാലിൽ മന്തുമായിട്ട് പോകുന്നവനെ ചൂണ്ടിക്കൊണ്ട് ഗാർഗെ ഈ പറയുന്നത് ഞങ്ങൾ പിടിച്ചു മേടിക്കുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള പൈസ ഇപ്പോൾ അപർണ ഇവിടെ ഇദ്ദേഹത്തോട് കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചത് തന്നെയാണ്. ശരി, ഞങ്ങളിപ്പോൾ ഇത് തെറ്റാണെന്ന് കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്നൊരു വാക്ക് പറയാൻ അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ചയിലിരുന്നിട്ട് ന്യായീകരിക്കുക എന്നതിനപ്പുറം ഒന്നുമില്ല. കോൺഗ്രസ് തയ്യാറാവില്ല. അപ്പോൾ സകല കൈകളും എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് എങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇന്ത്യക്കാരൻ്റെ തലയ്ക്കും ഒരു വില പറയുകയാണ്. നിങ്ങൾക്ക് ഇവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഞങ്ങൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഞങ്ങൾക്ക് ഇത്തരത്തിൽ അവിഹിതമായ ഫണ്ട് ഞങ്ങളിലേക്ക് എത്തിക്കൂ, നിങ്ങൾ അവരെ എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്തോളൂ. 100 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ മറ്റേ ആന്ധ്രാപ്രദേശിലെ മേഗാ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 1460 കോടി രൂപയുടെ കരാർ ലഭിച്ചു എന്ന് പറയുമ്പോൾ ആ 1460 കോടി രൂപയുടെ കരാറിന് അവർ അർഹരല്ല എന്ന് മാത്രമല്ല, കേവലം 900 കോടിക്കോ 1000 കോടിക്കോ കൊടുക്കാവുന്ന ഒരു കരാറാണ് 1460 കോടി രൂപയിലേക്ക് അവർക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നികുതിദായകനെ ചൂഷണം ചെയ്യാൻ ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ ഒത്താശകളും ചെയ്തു തരാം, നിങ്ങളതിന് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കുറുക്കുവഴികളിലൂടെ ഞങ്ങൾക്ക് പണം തരൂ. അതിപ്പോൾ മാസപ്പടി വിവാദമായാലും മാസപ്പടിയുടെ പേര് മാറ്റിയിട്ട് ഇപ്പോൾ അത് ഇലക്ട്രൽ ബോണ്ട് ആയാലും ഇത് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന മുഖമൂടികളാണ്. ഈ അവകാശപ്പെടുന്നത് പോലെ CPM-നും ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഈ CPM-ലെ കുറച്ചു കാലം, ഒരു 6 വർഷക്കാലം 1978 മുതൽ 85 വരെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ആ പാർട്ടിക്ക് ഉണ്ടായിരുന്ന ആസ്തി ഇന്നത്തെ ആസ്തിയും വെച്ച് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് CPM-നെ ഈ കാര്യത്തിൽ CPM-ന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുക? ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്തത് കൊണ്ട് മാത്രം അവർ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഭാവനകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പറയാൻ എങ്ങനെയാണ് പറഞ്ഞാൽ സാധിക്കുക? ഏതെങ്കിലും ഇപ്പോൾ EMS കാണിച്ചിട്ടുള്ള ഒരു ഔദാര്യം, അതായത് EMS-ന്റെ സ്വത്തുക്കൾ മുഴുവൻ പാർട്ടിക്ക് കൊടുത്തതുപോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാക്കൾ അവരുടെ പോക്കറ്റിൽ നിന്നും 10 രൂപ എടുത്തിട്ട് അതാത് രാഷ്ട്രീയ പാർട്ടി വളരാൻ വേണ്ടി ചെലവഴിച്ചിട്ടുള്ള ചരിത്രം ഇന്ത്യയിലുണ്ടോ? അതില്ലാത്തിടത്തോളം കാലം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ വളർച്ചയും അവരുടെ ആസ്തി വളർച്ചയും അവർക്ക് ഇത് നോക്കൂ, ഗ്രാമങ്ങളിൽ പോലും അവർക്കൊക്കെ പാർട്ടി ഓഫീസുകൾ സ്വന്തമായിട്ടുണ്ട്. ഞാൻ CPM-ന്റെ കാര്യമല്ലാട്ടാ പറയുന്നത്, മൊത്തത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും. ഞാനൊരു കാര്യം പറയുന്നത് അപർണ ശ്രദ്ധിക്കുക, അതായത് 2006 എൻ്റെ ഈ പൊതുപ്രവർത്തന സാമൂഹ്യ നിരീക്ഷണമൊക്കെ തുടങ്ങിയിട്ട് ഞാൻ ഈ വിവരാവകാശ പ്രവർത്തനത്തിൽ ശ്രദ്ധയാകർഷിച്ച് നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു പ്രാദേശിക പാർട്ടിയുടെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ഓഫീസ് തുടങ്ങണം. അവിടെ ആ ഓഫീസിലിരുന്നു കൊണ്ട് അവിടെ ഒരു ബോർഡ് വെക്കണം ആ പാർട്ടിയുടെ. അതിന് എനിക്ക് ഓഫർ ചെയ്തെന്ന ആ കാലഘട്ടത്തിൽ 2006 എനിക്ക് മാസം 20,000 രൂപ അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലെന്താ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബോർഡ് വെക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൽ എനിക്കുള്ള ബെനിഫിറ്റ് എന്താ? പിന്നീട് നമ്മൾ ഏത് പാർട്ടിയിലാണ്, ഏത് മുന്നണിയുടെ ഘടകകക്ഷിയിലാണോ ആ ഘടകകക്ഷികളിലെ പ്രാദേശികമായിട്ടുള്ള എല്ലാവിധ, ഇപ്പോൾ സഹകരണ സംഘത്തിലെ മെമ്പറാവാം, അതുമാതിരി തന്നെ ദേവസ്വം ബോർഡുകളിൽ ഒഴിവ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മെമ്പറാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓഫർ വെച്ചിട്ടാണ്, അവർക്ക് എന്നെ അറിയാത്തത് കൊണ്ടാണ് അവർ വന്നത്. ഞാൻ 2 കൈയും കൂപ്പി പറഞ്ഞു ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറു പുലർത്തുന്ന ആളല്ല. പക്ഷെ പിന്നീട് ആ ഓഫർ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ നാട്ടിലെ അത്തരത്തിലൊരു ബോർഡ് വെച്ചിട്ടുള്ള ഒരു പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ പാർട്ടികൾ ഇത്തരത്തിലുള്ള കാശ് അവർക്ക് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. കാരണം അവർക്ക് നിലനിൽപ്പാണ് അവരുടെ പ്രശ്നം. ഞാൻ പിന്നെ BJP-യുടെ ഇവിടുത്തെ പ്രതിനിധിയോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങ് എന്തൊക്കെ ബാലിശമായിട്ടാണ് സംസാരിക്കുന്നത്? ഈ SBIയുടെ നിയന്ത്രണം ആരിലാണ് സാർ? SBI എന്തുകൊണ്ടാണ് ഈ കേസിലെ അവസാനം സുപ്രീം കോടതിക്ക് പരമോന്നത നീതിപീഠം ചൂരിലല്ല എടുത്തത്, ഒലക്കിയാണ് എടുത്തത്. അതായത് കൃത്യമായിട്ടുള്ള വിവരം തരാൻ വേണ്ടിയിട്ട് 3ഓ 4ഓ പ്രാവശ്യം കോടതിക്ക് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണലൈസ്ഡ് ബാങ്കിനെ വരട്ടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് സാർ? കൃത്യമായി താങ്കൾ പറഞ്ഞു വളരെ ചോദ്യങ്ങളിലേക്ക് കൂടെ വരാം. അതിൽ മുൻപ് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇലക്ട്രൽ ബോണ്ട് ഇല്ലെങ്കിൽ ഫണ്ടുകൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനുത്തരം പറയാൻ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധ്യത ഇല്ലാതാകുന്നില്ല. വളരെ പെട്ടെന്ന് തിരികെ വരാം, ഒരു ചെറിയ ഇടവേള അത്യാവശ്യമായതുകൊണ്ട്. ഫർണിച്ചറിന്റെ അഭിഭാഷകൻ PG മനുവിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചോറ്റാനിക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. പ്രമേഹ രോഗം വർദ്ധിച്ചതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ശസ്ത്രക്രിയ കഴിഞ്ഞ ഇടത് കാലിൽ സ്റ്റീൽ ഇട്ട ശേഷം പഴുപ്പുണ്ടെന്നും ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഉന്നയിച്ചാണ് ഹർജി. കണ്ണൂർ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൌത്യം പരാജയം. കണ്ണൂർ കേളകം അടയ്ക്കാത്തോട് ജനവാസ കേന്ദ്രത്തിലെത്തിയ കടുവയെ മയക്കുവെടിവെക്കാൻ കഴിഞ്ഞില്ല. കടുവ പ്രദേശത്തെ മറ്റൊരിടത്തേക്ക് മാറ്റിയതിനാലാണ് ദൌത്യം പരാജയപ്പെട്ടത്. മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൌത്യം നാളെയും തുടരും.
വനംവകുപ്പ് RRT സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നു. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് തീപിടിച്ചു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് സമീപമാണ് സംഭവം. കോയമ്പത്തൂരിൽ നിന്ന് വരികയായിരുന്ന ലോറിക്കാണ് തീപിടിച്ചത്. ബ്രേക്ക് ജാമായി പുക പടർന്നു പിടിക്കുകയായിരുന്നു. മലപ്പുറം പൊന്നാനി ചമ്രവട്ടത്ത് കക്ക വാരാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കാടഞ്ചേരി സ്വദേശി പ്രദീപാണ് മരിച്ചത്. 5 പേരടങ്ങുന്ന സംഘമാണ് കക്ക വാരാനായി പുഴയിലിറങ്ങിയത്. പ്രദീപിനെ കാണാതായതിനെ തുടർന്നാണ് ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത്. റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ വീണ്ടും അധികാരത്തിൽ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 87% വോട്ടുകൾ നേടി എന്നാണ് അവകാശവാദം. 5ാം തവണയാണ് പുടിൻ പ്രസിഡന്റാകുന്നത്. പ്രധാന പാർട്ടികളെ മത്സരിക്കാൻ അനുവദിക്കാത്ത തെരഞ്ഞെടുപ്പിലാണ് പുടിൻ ആധികാരിക ജയം അവകാശപ്പെടുന്നത്. FA കപ്പിൽ ലിവർപൂളിനെ കീഴടക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സെമിയിലെത്തിയത് ലിവർപൂളിനെ കീഴടക്കി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സിന് ബാംഗ്ലൂരിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കുന്നില്ലെന്നാരോപിച്ച് UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ ഏകദിന ഉപവാസം. ഇത് വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ നിസ്സംഗതയാണ് എന്നാണ് ആരോപണം. രാവിലെ 10-ന് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തുന്ന ഉപവാസം MK മുനീർ MLA ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ഇരിങ്ങപ്പുറത്ത് സുരേഷ് ഗോപിയുടെ പോസ്റ്ററുകൾ നശിപ്പിച്ചത് ചോദ്യം ചെയ്ത BJP നേതാവിന് മർദ്ദനം. BJP ഗുരുവായൂർ ഏരിയ ജനറൽ സെക്രട്ടറി പ്രദീപ് പണിക്കശ്ശേരിയെയാണ് CPM പ്രവർത്തകർ മർദ്ദിച്ചത്. പരിക്കേറ്റ പ്രദീപ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹിമാചൽ പ്രദേശിൽ അയോഗ്യരാക്കപ്പെട്ട 6 കോൺഗ്രസ്. ചർച്ചയിലേക്ക് വീണ്ടും VK സനോജ്, ഇലക്ട്രൽ ബോണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ട് സമാഹരണത്തിന് എത്രത്തോളം അക്കൗണ്ടബിലിറ്റി അവകാശപ്പെടാൻ കഴിയും എന്നൊരു ചോദ്യം കൂടിയാണല്ലോ ഇതിനകത്ത് ഉരുത്തിരിഞ്ഞു വരുന്നത്. ദേശാഭിമാനി ബോണ്ട് വഴി CPMന്റെ സ്വാഭാവികമായിട്ടും സാന്റിയാഗോ മാർട്ടിൻ എന്ന പേര് തന്നെ കേരളത്തിൽ വാർത്തകളിൽ നിറഞ്ഞത് ആ തരത്തിലാണ്. കരിമണൽ കർത്ത ബോണ്ട് വാങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. സ്വാഭാവികമായിട്ടും ഇത് ഏറിയും കുറഞ്ഞുമൊക്കെ ഈ ധനസമാഹരണം നടക്കുന്ന കാര്യമാണ്. ഉത്തരേന്ത്യൻ വ്യവസായികൾക്ക് CPMനോട് ആഭിമുഖ്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പിന്തുണ നൽകാത്തതുകൊണ്ടോ അത്തരം ഇലക്ട്രൽ ബോണ്ടുകൾ പാർട്ടിയെ തേടി വന്നില്ലല്ലോ എന്ന രീതിയിലുള്ള ആ ആക്ഷേപവും ആരോപണം ഉയർന്നാൽ അസ്വാഭാവികതയായിട്ടൊന്നും പറയാൻ കഴിയില്ല. സ്വാഭാവികതയായിട്ട് പറയാൻ കഴിയില്ലെന്നാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ ഈ വാർത്തയെല്ലാം കാണുന്ന, ഈ കോടതി നടപടിയൊക്കെ കാണുന്ന ആളുകൾക്ക് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് മൊത്തം ആളുകൾക്ക് പറയാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ഇവിടെ കോൺഗ്രസിന്റെ വക്താവ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ കാണുന്നില്ല, വസന്ത്, അദ്ദേഹം പറഞ്ഞ ഒരു വാദം, ഇലക്ട്രൽ ബോണ്ട് രാജ്യത്ത് ഒരു നിയമമായി മാറിയിരിക്കുന്നു. ഇപ്പൊ രാജ്യത്ത് അങ്ങനെ ഒരു നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ പണം വാങ്ങിയെന്നാണ്. അല്പമെങ്കിലും ആത്മാഭിമാനവും അന്തസ്സും ധൈര്യവും നിലപാടും ഉണ്ടാവണം എന്നേ അദ്ദേഹത്തോട് പറയാനുള്ളൂ. നിങ്ങൾ പറയുന്ന ഇതേ ന്യായമാണെങ്കിൽ, ഇതേ യുക്തി വെച്ചാണെങ്കിൽ CAA-ക്കെതിരായിട്ട് നിങ്ങൾക്ക് സമരം നടത്താൻ പറ്റുമോ? അത് രാജ്യത്തിന്റെ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചു, നിയമമായി രാഷ്ട്രപതി ഒപ്പിട്ടു, അതിന് ചട്ടങ്ങൾ നിലവിൽ വന്നു, അത് രാജ്യത്ത് നടപ്പാവുമല്ലേ? അപ്പൊ അതിനെതിരായിട്ട് നിലപാട് പറയാൻ വേണ്ടി കഴിയില്ലേ? എന്ത് നാണം കെട്ട നിലപാടാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയ ഈ കള്ളപ്പണം തിരിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? എല്ലാം പണം എണ്ണി വാങ്ങിയിട്ട് അവിടെ അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നടത്തിയിട്ട് എന്തെങ്കിലും പറയാണോ? എന്തെങ്കിലും വിളിച്ചു പറയുകയാണോ? അല്ലല്ല, നിങ്ങൾ പറഞ്ഞാന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അസ്വസ്ഥമാവല്ലേ? അടങ്ങിയിരിക്കുക. അല്ലല്ല, അതൊന്നും വേണ്ട, വിളച്ചലൊന്നും വേണ്ട, അതൊക്കെ അടങ്ങിയിരിക്കുക. ഞാൻ നിങ്ങളുടെ അവസരത്തിൽ പറഞ്ഞിട്ടില്ല, അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. എന്റെ അവസരമാണ്. എന്റെ അവസരത്തിൽ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയലുണ്ടാവില്ല. നിങ്ങളെക്കാൾ ശബ്ദത്തിൽ പറയാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് അതിന് മെനക്കണ്ട, അതിനൊന്നും മെനക്കണ്ട. അതുകൊണ്ട് ധൈര്യവും അന്തസ്സും ഉണ്ടെങ്കിൽ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കണം. അല്ലല്ല, വസന്തിന്റെ സമയമല്ലല്ലോ. അത് സനോജ് പറയട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. സമയമല്ലേ എന്റെ സനോജ് പറയട്ടെ എന്നാണ് പറഞ്ഞത്. അല്ല, എനിക്ക് തന്നെ നിങ്ങൾ പറയുന്ന അത്ര വ്യക്തമായി കേൾക്കുന്നുമില്ല. അതിനിടയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഒന്ന് അടങ്ങിയിരിക്കാൻ പറ. ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യം
ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഞാൻ പറഞ്ഞത് രാജ്യത്തിന്റെ ജനാധിപത്യം അട്ടിമറിക്കുന്നു. 68,607 കോടിയാണ് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് നികുതി ഇനത്തിൽ ഒഴിവാക്കി കൊടുത്തത്, കടം എഴുതിത്തള്ളലിന്റെ ഭാഗമായിട്ട് ഒഴിവാക്കി കൊടുത്തത്. അപ്പോൾ EDA വിട്ടിട്ട് തങ്ങൾക്ക് വഴങ്ങാത്ത സ്ഥാപനങ്ങളെ വേട്ടയാടുന്നു. പിന്നെ അവരുമായി ചില കരാറിൽ ഏർപ്പെടുന്നു. എങ്ങനെയാണ്? ഇന്ത്യയിൽ വാക്സിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറുണ്ടാക്കി. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം എല്ലാവർക്കും വാക്സിൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പണം എണ്ണിക്കൊടുത്തു രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന്. ആ പണത്തിന്റെ കമ്മീഷൻ എങ്ങോട്ട് പോയി? അത് ഇലക്ട്രൽ ബോണ്ട് വഴിയിട്ട് BJP പിടിച്ചല്ലോ, വാങ്ങിയല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാധീനമില്ലാത്തതുകൊണ്ടാണ് CPM-ന് ഇലക്ട്രൽ ബോണ്ട് കിട്ടാത്തെന്ന് പറഞ്ഞത്. എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്? 2017 ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പാർലമെന്റിൽ അന്നത്തെ ധനകാര്യമന്ത്രി അഭിപ്രായം പറഞ്ഞപ്പോ അന്ന് ആ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് അന്തസ്സോടെ അഭിമാനത്തോടെ ഇമാതിരി ഏർപ്പാട് ശരിയല്ല, ഇത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും, ഇത് അഴിമതിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച പാർട്ടിയാണ് CPIM. സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയ പാർട്ടിയാണ് CPIM. പക്ഷേ അപ്പോഴും ഈ ഫണ്ട് സമാഹരണത്തിൽ അക്കൗണ്ടബിലിറ്റി ഞങ്ങൾക്ക് കിട്ടുമല്ലോ സനോജ്, അപ്പോഴും ആളുകൾ അതിനെതിരായിട്ട് പറയാണ്. സനോജ്, രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ അത് CPM-നെതിരെയുമില്ലേ? CPM-ഉം അത്തരം ആരോപണങ്ങളുടെ മുന്നിൽ നിൽക്കുന്നില്ലേ? മാസപ്പടി അടക്കമുള്ള വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല, ഇത്തരം ആരോപണങ്ങൾ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നില്ലേ? ഇലക്ട്രൽ ബോണ്ട് പോലും അല്ലെങ്കിൽ പിന്നെ അക്കൗണ്ടബിലിറ്റി എവിടെ എന്നാണ് ചോദ്യം. അല്ല, ഇലക്ട്രൽ ബോണ്ട് എപ്പോഴാണ് നിലവിൽ വന്നത്? രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അതിനൊക്കെ മറ്റ് സംവിധാനങ്ങളുണ്ട്. ഇപ്പോ BJP-യുടെ വക്താവ് പറയുകയാണ് ഇലക്ട്രൽ ബോണ്ട് വഴിയായതുകൊണ്ട് എല്ലാം സുതാര്യമാണെങ്കിൽ പിന്നെ SBI-യോട് എന്തിനാണ് സുപ്രീം കോടതി ഇങ്ങനെ ഈ നിലയിൽ പറയേണ്ടി വന്നത്? നാണക്കേടല്ലേ? SBI-യുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ സുപ്രീം കോടതി എന്തിന് വിളിച്ചു വരുത്തിയിട്ട് നാളേക്ക് കൊടുത്തുകൊള്ളണം, അത് പുറത്തു വിട്ടുകൊള്ളണം എന്നൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? മൊത്തം കള്ളക്കളിയാണ്. ഇതിന്റെ കോഡ് വരെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. സുപ്രീം കോടതി വീണ്ടും ഇടപെട്ടു, എന്നിട്ട് വീണ്ടും ന്യായീകരിക്കുകയാണോ? പിന്നെ CPIM വാങ്ങുന്ന പണത്തിന് കണക്കില്ല എന്നൊക്കെയാ പറയുന്നത്. പിന്നെ എന്തിനാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അവിടെ ഇരിക്കുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണം കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് വിവരങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കാൻ കെൽപ്പില്ലെങ്കിൽ പിന്നെ രാജ്യത്തിന്റെ അധികാരം വിട്ടിട്ട് മറ്റെന്തെങ്കിലും പണിയെടുക്കാൻ പറ അമിത്ഷായോടും നരേന്ദ്രമോദിയോടും. പിന്നെ ഇത്തരം എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളവിടെ അടങ്ങിയിരിക്കുമല്ലോ. അപ്പൊ ഇതെല്ലാം സുതാര്യമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും ഒരു ആശങ്കയുമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയോ സംശയമോ മറ്റെന്തെങ്കിലും കാര്യത്തിൽ വ്യക്തത കുറവോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയോട് പറയേ. നിങ്ങളുടെ കയ്യിലല്ലേ ED, നിങ്ങളുടെ കയ്യിലല്ലേ CBI, ദേശീയ അന്വേഷണ ഏജൻസികൾ മുഴുവനില്ലേ? എന്നിട്ട് 10 വർഷം ഭരിച്ചിട്ട് എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞോ? ഈ ചർച്ചയിൽ ഹരിദാസോ ആരാ? ഞാനത് MK ഹരിദാസ് അല്ല, ഹരിദാസ് ആരാണ് ഇതിനകത്ത്? MK ഹരിദാസ്, അദ്ദേഹം സാമൂഹ്യ നിരീക്ഷകനായിട്ട് ഈ പാനലിലുണ്ട്. അദ്ദേഹം അതെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, എനിക്ക് എന്റെ മുന്നിൽ സ്ക്രീനില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്. പണ്ട് CPM ആയിരുന്നു പോലും അവിടെ ഗ്രാമങ്ങളെല്ലാം പാർട്ടി ഓഫീസ് ഉണ്ട്. ഒരു ഗ്രാമങ്ങളൊക്കെ പാർട്ടി ഓഫീസ് ഉണ്ടാവും, അത് ജനങ്ങളുടെ ഓഫീസാണ്. ഞങ്ങളെ നിങ്ങൾ എന്താ പറഞ്ഞ ആക്ഷേപിക്കാറുള്ളത്? ബക്കറ്റ് പിരിവ് നടത്ത പാർട്ടി എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കാറുള്ളത്. ഞങ്ങൾ ഓരോ ആവശ്യത്തിനും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങളോട് പണം വാങ്ങിയിട്ടാണ് ഞങ്ങൾ പണം കണ്ടെത്തുന്നത്. അത് എത്ര പണം ചോദിച്ചാലും ജനങ്ങൾ തരും, മനസ്സിലായില്ലേ? അതിന് ബക്കറ്റ് എടുക്കും. അതിനെ നിങ്ങൾ വലിയ നിലയിൽ ആക്ഷേപിച്ചു കുറെ മാധ്യമങ്ങൾ. കൊണ്ടുവാങ്ങിയെന്നൊക്കെ പറയുന്നത് അതൊക്കെ ദേശാഭിമാനി പത്രം ഒരുപാട് തവണ ചർച്ച ചെയ്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ. അപ്പോ വളരെ ഗൗരവമായ ഈ രാജ്യം ലോകത്തിന് മുന്നിൽ നാണം കെട്ട ഏറ്റവും വലിയ അഴിമതിയുടെ കഥകൾ ഈ ലോക ജനതയാകെ അറിഞ്ഞിരിക്കുന്നു. ആ സംഭവത്തെ അതിനെ ഇവിടെ ചില പ്രാദേശികമായ ചില സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് സമീകരിക്കാൻ നോക്കരുത്. വളരെ ആഴത്തിൽ ഒരു അഴിമതിയാണ്. കോൺഗ്രസിനും പറ്റിയിട്ടുണ്ട് എന്ന കാര്യം മറന്നു പോരുത്. അഡ്വക്കേറ്റ് S. ജയസൂര്യൻ നേരത്തെ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, പല കമ്പനികളും ഈ ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി അപേക്ഷിക്കുന്നത് ഈ സ്ഥാപനങ്ങളിലൊക്കെ ED-യുടെ റെയ്ഡ്, IT റെയ്ഡ് ഇതൊക്കെ നടന്നതിന് ശേഷമാണ്. അതായത് മാസങ്ങൾക്ക് മുമ്പ് അന്വേഷണ ഏജൻസികൾ ചെന്ന് കണ്ട് വിരട്ടിയതിനു ശേഷം ഈ ബോണ്ടുകളൊക്കെ ഈ കമ്പനികൾ വാങ്ങുക. നേരത്തെ പറഞ്ഞ വസന്ത് പറഞ്ഞത് അത്
ഇല്ലാത്ത കണക്കല്ല. സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ ഒരു ആഴ്ചകൾക്ക് മുൻപാണ് ED റെയ്ഡ് നടക്കുന്നത്, IT റെയ്ഡ് നടക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ, അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ 100 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുകയാണ്. അതായത് ദേശീയ അന്വേഷണ ഏജൻസികളെ കൊണ്ട് വിരട്ടി ഈ രീതിയിലേക്ക് സമ്മർദ്ദം ചെലുത്തി ബോണ്ട് വാങ്ങുമ്പോൾ കള്ളപ്പണമാണ് അതിനകത്ത് ഒഴുകുന്നത്, അതിനകത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മറ്റെന്തോ സേവനങ്ങൾ അതിൽ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നവർക്ക് തോന്നുകയില്ലേ? ആ ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. ഇവിടെ ED BJP ആണ്, RSS ആണ്, CBI BJP ആണ്, RSS ആണ്, ഇലക്ട്രിക് വോട്ടിംഗ് മെഷീൻ അത് BJPയുടെ കൺട്രോളിലാണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ കോടതി RSS ആണ്, BJP ആണ് എന്ന് ആരോപണം ഉന്നയിച്ചവർ തന്നെയാണ് ഇപ്പൊ കോടതി നല്ലതാണ് എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നത്. നല്ല കാര്യം. അതുപോലെ കോൺഗ്രസ് ജയിക്കുമ്പോൾ ഇലക്ട്രിക് വോട്ടിംഗ് മെഷീൻ വളരെ നല്ലതാണ്, EVM നല്ലതാണ്. കോൺഗ്രസ് തോറ്റാൽ EVM BJP ആണ്, RSS ആണ്. ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. പിന്നെ CPM പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ ഞങ്ങൾക്ക് ബോണ്ട് വേണ്ടാന്ന്. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഷണ്ടന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു നിയമമുണ്ട് ഈ ബോണ്ട് മേടിക്കണേല്. ഇന്ത്യ അടിസ്ഥാനത്തിൽ, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 1% വോട്ടെങ്കിലും ഉള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ബോണ്ട് വാങ്ങാൻ പറ്റുള്ളൂ. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ CPM ദേശീയ പാർട്ടിയുടെ അംഗീകാരം പോലും പോയി എനിക്ക് മറുപടി പ്രതീക്ഷിക്കുന്നില്ല. മഹാരാഷ്ട്രവാദി ഗോമൻ പാർട്ടി മര്യാദ പഠിപ്പിക്കുന്നതുണ്ടല്ലോ. അപ്പോ ഞാൻ പറയുന്ന ആവശ്യമില്ല. ഗോവയിലെ മഹാരാഷ്ട്രവാദി ഗോമൻ പാർട്ടിക്ക് ലോകസഭയിൽ മത്സരിച്ച അനുഭവം പോലുമില്ല. ലോകസഭയിൽ മത്സരിക്കാത്ത ഒരു പ്രാദേശിക പാർട്ടിക്ക് പോലും 60 ലക്ഷം കിട്ടിയിട്ടുണ്ട്. 60 ലക്ഷം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല 0.44% വോട്ട് വാങ്ങിയിട്ടുള്ള AAPക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. 0.56% വോട്ട് വാങ്ങിയിട്ടുള്ള ജനതാദളിന് പൈസ കിട്ടിയിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ 1.77% വോട്ടുണ്ട്. ക്യാപ്സ്യൂൾ മാറിപ്പോയി. RSS തന്ന ക്യാപ്സ്യൂൾ മാറിപ്പോയി. മാത്രമല്ല നിയമസഭയിലെ ശതമാനം കൂടി പരിഗണിക്കുന്ന കാര്യം മറന്നുപോയത്. എനിക്ക് സംസാരിക്കാൻ അറിയാം, കൃത്യമായിട്ട് അറിയാം. അതായത് എന്തുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയാം. ഏരിയ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, നൂറുകണക്കിന് അക്കൗണ്ടുകളാണ് കേരളത്തിലെ CPM നിയന്ത്രിത കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പൊക്കിയിരിക്കുന്നത്. അതായത് ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കുകളിലൂടെ ആര് തന്നു, എപ്പോ തന്നു, എത്ര തന്നു എന്നറിയാൻ വയ്യാതെ CPMന്റെ ഭരണത്തിലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളിലൂടെ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഈ CPM കൊള്ളയടിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ബോണ്ട് വേണ്ട, കാരണം ഞങ്ങൾ ബോണ്ടിനേക്കാൾ വലിയ സമാഹരണം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്ത് നിയമപരമായിട്ടുള്ള ഇടപെടൽ EDയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ED ഉടനെ RSS ആണ്, BJP ആണ്. CBI എന്തെങ്കിലും ചെയ്ത ഉടനെ CBI RSS ആണ്, കോടതിയാണ്. ഇപ്പോ ഈ അയോധ്യ വിഷയത്തിലെ വിധി വന്നപ്പോ എന്താ പറഞ്ഞത്? കോടതി മുഴുവൻ RSS ആണ്, കോടതി മുഴുവൻ BJP ആണ്. അതല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഇപ്പോഴും പറഞ്ഞത് എന്താണ്? BJPക്ക് ജയമുണ്ടാകുന്നത് EVM സഹായിച്ചത് കൊണ്ടാണ്. അങ്ങനെയല്ലേ? അപ്പോ BJP തോറ്റാൽ EVM നല്ലത്, BJPക്കെതിരെ സംസാരിച്ചാൽ കോടതി നല്ലത്. ഈ ഇരട്ടത്താപ്പ് ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ CPM നിയന്ത്രിത കോപ്പറേറ്റീവ് ബാങ്കുകളിലൂടെ CPM ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ കള്ളപ്പണം പൊക്കും എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ CPMന് ഇത്ര അങ്കലാപ്പുണ്ടാവാനുള്ള കാരണം. തന്നെയാണെങ്കിലും ഈ കാര്യത്തിൽ സുതാര്യമായ അന്വേഷണം ഉണ്ടാകും, കുറ്റക്കാർ പിടിക്കപ്പെടുകയും ചെയ്യും. BJPക്കുള്ള ഇത്രയേ ഉള്ളൂ. കോടതി പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാൻ BJP എല്ലാ കാലവും. ഒരു 30 സെക്കൻഡിൽ പറയണം, രണ്ട് പാനലിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് സനോജ് വളരെ ചുരുക്കം. അതെ, ഇതിനകത്ത് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം BJPയുടെ പ്രതിനിധി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 1% വോട്ടിൽ കിട്ടാത്ത പാർട്ടിക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ്. CPIMന് 1.77% വോട്ട് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക കൂടി ചെയ്യാത്ത മഹാരാഷ്ട്രയിലെ ഗോവയിലെ മഹാരാഷ്ട്രവാദി ഗോമൻ പാർട്ടി അവർക്ക് 60 നേരത്തെ പറഞ്ഞു സനോജ്, അത് വ്യക്തമാക്കിയതാണ്. ഞാൻ വസത്തിലേക്ക്
വ്യക്തമാക്കിയതാണ് അതിനകത്ത്. ഞാൻ വസന്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ പൂർണ്ണമായും കൈകൾ ശുദ്ധമാക്കേണ്ട സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നടക്കുന്ന ഒരു അന്വേഷണം വന്നാൽ തന്നെ ആ അന്വേഷണം അത് ഏത് തരത്തിലായിരിക്കും, അത് താങ്ങാനുള്ള ശക്തി ആ മുന്നണിക്ക് ഉണ്ടാകുമോ? അതിലുള്ള പാർട്ടികൾ എല്ലാവരും അല്ലെങ്കിൽ മിക്കവരും ഈ ബോണ്ടുകൾ സ്വീകരിച്ച ഒരു സാഹചര്യം നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമായിട്ട് അതൊരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കോൺഫിഡൻസ് കോൺഗ്രസിന് ഈ സാഹചര്യത്തിലുണ്ടോ? അപർണ, ഇതിൽ പ്രശ്നം ഫണ്ട് സ്വീകരിക്കുന്നതോ ഫണ്ട് വരുന്നതോ ഇലക്ട്രൽ ബോണ്ടോ അല്ല. ശരിക്കും പ്രശ്നം ഇക്കണോമിക്കൽ അക്കൗണ്ടബിലിറ്റിയാണ്, പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റിയാണ്. ഈ ഫണ്ട് വരുത്തിയത് ഭീഷണിപ്പെടുത്തിയാണോ, ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്ക് അവിഹിതമായി എന്തെങ്കിലും ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരമാണോ ഈ ഫണ്ട്, ഈ ബോണ്ടുകൾ? ഇനി അങ്ങനെയല്ല, സ്വമേധയാ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് തീരുമാനിക്കേണ്ടത്. രാജ്യത്ത് പ്രതിപക്ഷ നിലയിലുള്ള കോൺഗ്രസിന് അല്ലെങ്കിൽ തൃണമൂലിന് അല്ലെ പോട്ടെ ഭരിക്കുന്ന BJP കൊടുത്തേക്കാം എന്ന് സ്വമേധയാ തീരുമാനിച്ചാൽ അത് തെറ്റല്ല എന്നുള്ള സ്റ്റാൻഡേർഡാണ് നമുക്കുള്ളത്. പക്ഷേ ED കാണിച്ച്, CBI കാണിച്ച്, മറ്റ് ഏജൻസികളെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവിഹിതമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരമായോ ആണ് ഇലക്ട്രൽ ബോണ്ടുകൾ സമാഹരിച്ചെങ്കിൽ അത് തെറ്റാണ്. അത് തൃണമൂലാണെങ്കിലും തെറ്റാണ്, കോൺഗ്രസ് ആണെങ്കിലും തെറ്റാണ്, BJP ആണെങ്കിലും തെറ്റാണ്, ഇവന്തോ അത് CPM ആണെങ്കിലും തെറ്റാണ്. BJP അത് ചെയ്തു എന്നാണ് ഞാൻ ആദ്യത്തെ ലാപ്പിൽ കണക്കുകൾ അടക്കം പറഞ്ഞു വെച്ചത്. ഇനി എനിക്ക് ഒരു മിനിറ്റ് തരണം. ഈ ഇടതു പ്രതിനിധിക്ക് ചില ഉത്തരങ്ങൾ കൊടുക്കാറുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, രാഷ്ട്രീയ അന്തസ്സുണ്ടെങ്കിൽ, ആത്മാഭിമാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പൈസ തിരിച്ചു കൊടുക്കണം. കോൺഗ്രസിന് കിട്ടിയത്. ഇടതു പ്രതിനിധി രാഷ്ട്രീയ അന്തസ്സുണ്ടെങ്കിൽ, ആത്മാഭിമാനം ഉണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ കൈപ്പറ്റിയതെന്ന് ഇതുവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ലാത്ത, ഒരു ക്യാപ്സ്യൂളിലും നിങ്ങൾക്ക് വ്യക്തമായ നിലപാട് പറയാൻ പറ്റിയിട്ടില്ലാത്ത 1.72 കോടി രൂപ അത് തിരിച്ചു കൊടുക്കണം. മാസപ്പടി പറ്റുമോ? നവകേരള സദസ് എന്ന് പറഞ്ഞ് CNAG റിപ്പോർട്ട് പ്രകാരം 25,000 കോടി രൂപ വിവിധയിടങ്ങളിൽ നിന്ന് സർക്കാരിലേക്ക് വരാനുള്ളത് പിരിച്ചെടുക്കാതെ നവകേരള സദസ്സിന്റെ പേരിൽ പാർട്ടി ഫണ്ട് പിരിച്ചെടുത്തതിനെ നിങ്ങൾ തള്ളി പറയണം, അത് മടക്കി കൊടുക്കണം. 622 കോടി രൂപ ബാർ മുതലാളിമാരിൽ നിന്ന് TOP പിരിക്കാനുള്ള കാലത്ത് എന്താണ് ഈ പറയുന്നത്? വളരെ സീരിയസ് ആയ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ നവകേരള സദസ്സിൽ പാർട്ടി ഫണ്ട് പിരിച്ചു, എവിടെ പിരിച്ചു? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്തെങ്കിലും പറയാമോ? നവകേരള സദസ്സിൽ ആര് പിരിച്ച്? നവകേരള സദസ്സിൽ ആര് പിരിച്ച്? എന്താണ് നിങ്ങൾ പറയുന്നത്? ഈ കോളേജില് ഈ KSUക്കാരൻ ക്ലാസ്സിൽ പ്രസംഗിക്കുന്ന നിലവാരത്തിൽ സംസാരിക്കുന്നു. പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വിശ്വാസം ഉണ്ടാവണം. ഏറ്റവും മികച്ച ഫണ്ട് പിരിവ് നടത്തിയ ഏറ്റവും മികച്ച ആൾക്ക് നിങ്ങൾ നവകേരള സദസ്സൊക്കെ നടത്താൻ ജനങ്ങൾ പണം കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്താ കുഴപ്പം? ആ ദൂരത്തിൽ നിങ്ങൾക്ക് കപ്പലണ്ടി വണ്ടിപ്പരിപ്പ് കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഫണ്ട് പിരിച്ചു എന്നാണ് പറയുന്നത്. അല്ല പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ പിരിച്ചെന്നല്ല പറഞ്ഞത്. എന്താണ് ഈ പറയുന്നത്? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ പറഞ്ഞല്ലോ രാജ്യത്ത് ഒരു നിയമമായി കഴിഞ്ഞാൽ പിന്നെ അത് അനുസരിക്കണമെന്ന്. ഞാൻ ചോദിച്ചു, CAA രാജ്യത്ത് നിയമമായി, നിങ്ങൾ അനുസരിക്കുവോ? ഇലക്ട്രൽ ബോണ്ട് രാജ്യത്ത് നിയമമായതുകൊണ്ട് നിങ്ങൾ അനുസരിക്കുമെന്ന് പറയുന്നു. അതേ യുക്തിയിൽ CAA രാജ്യത്ത് നിയമമായി നിങ്ങൾ അംഗീകരിക്കുവോ? അതിനുത്തരം പറ. അതിന്റെ ഉത്തരം പറയാൻ കേൾക്കാമോ? പാർട്ടി ക്ലാസ് പറയുന്നത് കേൾക്കൂ. നവകേരള സദസ്സും അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങൾ കുറെ ചർച്ച ചെയ്യുക. നിങ്ങൾ നവകേരള സദസ്സും അണ്ടിപ്പരിപ്പ് എന്ന കാര്യമല്ല ഇവിടെ ചർച്ച ചെയ്യുക. രാജ്യത്ത് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക. 7,000 കോടി ഇലക്ട്രൽ ബോണ്ട് വഴി BJP സമാഹരിച്ച് നിങ്ങളുടെ തന്നെ MLA-മാരെ വിലക്കെടുക്കുന്ന അപകടകരമായ സാഹചര്യം ഇവിടെ രൂപപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ ഒരു രാഷ്ട്രീയ സംവാദത്തിനകത്ത് പായസം കുടിച്ചു, സാമ്പാർ ഹരിദാസ്, BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിനകത്തൊരു നിലപാട് മാറ്റമില്ല. ഇലക്ട്രൽ ബോണ്ടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. കോടതിയുടെ നിലപാട് ഞങ്ങൾ മാനിക്കുന്നു, പക്ഷെ ഞങ്ങൾ ആ നിലപാടിൽ നിന്ന് മാറുന്നില്ല എന്നൊരു രാഷ്ട്രീയ പാർട്ടി പറയുന്നിടത്ത് ഒരു വലിയൊരു ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ ആ പാർട്ടി ആ വിഷയത്തിൽ പ്രതിരോധത്തിലാകും, അല്ലെങ്കിൽ എങ്ങനെ പ്രതിപക്ഷത്തിന് അവരെ പ്രതിരോധത്തിലാക്കാൻ കഴിയും ഈ സാഹചര്യത്തിൽ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ പറയുമ്പോൾ BJP-ക്ക് ഇതൊരു തിരിച്ചടിയായിട്ട് വരുന്നില്ല എന്നുകൂടി വേണ്ടേ വിലയിരുത്താൻ? തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ കാണണം. കാരണം ഇപ്പോൾ BJP-ക്ക് ഇപ്പോൾ നാളെ കോടതി ഇതിൻ്റെ ഫൈനൽ അന്തിമ ഉത്തരവിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ഇനി രാഷ്ട്രീയ പാർട്ടികൾ പണസ്വരൂപണം നടത്തരുത് എന്നൊരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അവർ അടുത്ത വഴി കാണും. അപർണ, ഇതിനേക്കാൾ സുതാര്യമായ വഴിയിലൂടെ അവർ ഫണ്ട് കണ്ടെത്തും. കാരണം ഇപ്പോൾ ഇവിടെ BJP പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിൽ അദ്ദേഹം ഉത്തരം പറയണം. ഈ കൊടകര വഴിക്ക് ഒരു 3 കോടി രൂപ പിടിച്ചതിൻ്റെ കാര്യങ്ങൾക്ക് എന്തായി എന്നറിയാനുള്ള പൗരൻ്റെ അവകാശം ഇന്നും അതുപോലെ തന്നെ നിൽക്കുകയാണ്.
ഇവിടെ 60,000 കോടിക്കും 65,000 കോടിക്കും ഇടയിൽ നിങ്ങൾ കോർപ്പറേറ്റ് കമ്പനികൾക്ക് പല നികുതി ഇളവും നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാത്ത എന്നെപ്പോലുള്ള സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾക്ക് ഇപ്പോൾ അത് വിശ്വസിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ BBC റെയ്ഡ് ചെയ്തു. BBC റെയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ, BBC ഗുജറാത്ത് കലാപത്തെക്കുറിച്ചിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി ഇറക്കേണ്ടി വന്നു. അപ്പോൾ 47 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയ BBC ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കെതിരായിട്ടൊരു ഡോക്യുമെൻ്ററി വരേണ്ടി വന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒത്താശ ചെയ്യുന്ന ഭരണമല്ല ഇന്ത്യയിൽ നടത്തുന്നതെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ BJP പ്രതിനിധി? അങ്ങ് മനസ്സിലാക്കണം. 47 കോടി രൂപയാണ് BBC ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരുന്നത്. സാധാരണക്കാരൻ കൃത്യമായി നികുതി അടച്ചില്ലെങ്കിൽ അപ്പോൾ അവന് നോട്ടീസ് വരുന്നു. പക്ഷെ നിങ്ങൾക്ക് പൊള്ളിയപ്പോൾ നിങ്ങൾ അവരെ പിടിച്ചു 47 കോടി രൂപ വരെ കൊണ്ട് അടപ്പിച്ചു. അതുപോലെ തന്നെ അപർണ, ഇവിടെ സത്യസന്ധമായിട്ട് അഴിമതി നിരോധനത്തിന് വേണ്ടി രൂപം കൊണ്ട 2020 25 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം നമ്മളെ മനസ്സിലാക്കുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, ആർക്ക് കൊടുക്കാനാണ് വാങ്ങിയിരിക്കുന്നത് വിവരം ഒരുപക്ഷെ പുറത്തു വരുമായിരിക്കാം, ഒരുപക്ഷെ പുറത്തു വരില്ലായിരിക്കാം. 2 കോടി രൂപ നമ്മുടെ എന്താണ് ലുലു മുതലാളി വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തിയിലും ഒക്കെ സത്യസന്ധത നിലനിർത്തുന്ന ഒരു വ്യക്തി 2 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്ന് പറയുമ്പോൾ അത് ആർക്ക് കൊടുക്കാനാണ്? അപ്പോൾ നമ്മുടെ തലയ്ക്ക് വിലയിട്ടുകൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പല വിധത്തിലുള്ള ഓമനപ്പേര് നൽകിയിട്ട് അത് മാസപ്പടിയാകാം, ഇലക്ട്രൽ ബോണ്ടാകാം, വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജനാധിപത്യമായ തീർച്ചയായിട്ടും ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് കൂടെ ചോദിച്ചു. ഈ കിട്ടിയ പണത്തിന്, ഇലക്ട്രൽ ബോണ്ട് കിട്ടിയ പണത്തിന് രാഷ്ട്രീയ പാർട്ടികൾ പകരം സേവനം ചെയ്തിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ 81% പ്രേക്ഷകരും പറയുന്നത് അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. 15% അല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതാർക്കൊക്കെ ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം സേവനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടിയല്ലേ പുറത്തു വരേണ്ടത്. സീരിയൽ കോഡ് അടക്കമുള്ള വിവരങ്ങൾ നൽകുമ്പോൾ അത് സുപ്രീം കോടതിയുടെ മുന്നിൽ വരുമ്പോൾ അത് SBI പുറത്തു വരുമ്പോൾ അത്തരം വിവരങ്ങൾ കൂടി വരുമോ? അങ്ങനെ വിവരങ്ങൾ വരികയാണെങ്കിൽ ഉയരുന്ന ചോദ്യങ്ങളൊന്നും ചെറുതായിരിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അത് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും ചെറുതായിരിക്കില്ല. വളരെയധികം നന്ദി വസന്ത് തെങ്ങുംപള്ളി, VK സനോജ്, ഒപ്പം MK ഹരിദാസ്, അഡ്വക്കേറ്റ് ജയസൂര്യൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പൂർണ്ണമാകുകയാണ് അന്ത്യചർച്ച. നമസ്കാരം.